നമുക്ക് എം ജി പ്രതീഷ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. എം ജി പ്രതീഷാണ് ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം. നമുക്കൊരു പക്ഷേ എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വേദനകൾക്ക് ശമനമായിട്ട് കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരാളിനും ഈ ക്യാമ്പസിൽ ഈ അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കണമെന്ന മാധ്യമങ്ങളെ പ്രേരിപ്പിക്കാനെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത എം ജി പ്രതീഷാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ്, തീർച്ചയായിട്ടും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പ്രതീഷ് ഒരു അഭിനന്ദനം അറിയിക്കുന്നു. ഈ വേളയിൽ നമുക്ക് ഒരിക്കലും ഈ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം നമ്മളിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ നമ്മൾ കുറച്ച് കാണുകയില്ല. എന്നാലും ആ വീട്ടിലെ അമ്മയും അച്ഛനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച ഒരാളെന്ന നിലയിൽ അവരുടെ മനസ്സിലിരുമ്പുന്ന ആ കടലുണ്ടല്ലോ, ആ ദുഃഖത്തിൻ്റെ കടൽ, അത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷക സമൂഹത്തോട് പറയാനുള്ളത്? എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം തൻ്റെ മകനുണ്ടായ ഈ ഒരു അവസ്ഥ മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്നതാണ് ഈ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന കാര്യം. ഇത്രത്തോളം ഒരു നിയമപരമായും ആ ഒരു പോരാട്ടത്തിലേക്ക് മാതാപിതാക്കളെ നയിച്ചതും ആ ഒരു കാരണം തന്നെയാണ്. തൻ്റെ മകനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അവർക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു ക്യാമ്പസിലും മൃഗീയമായി അല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായ ഒരു വിദ്യാർത്ഥിയും മർദ്ദനത്തിനോ റാഗിങ്ങിനോ ഇരയാകരുതെന്ന് ആ അമ്മയ്ക്കും അച്ഛനും അത്രത്തോളം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ ഈ പോരാട്ടം തുടരുമെന്ന് ഈ മാതാപിതാക്കൾ അറിയിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഈ നെടുമങ്ങാട്ടെ വീട്ടിൽ പോകുന്ന ആദ്യ ദിവസം തന്നെ ഈ കുടുംബത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഈ മരണത്തിലെ ദുരൂഹത കൃത്യമായി വ്യക്തമായിരുന്നു. കാരണം പിന്നീട് ഈ ക്യാമ്പസിലെ തന്നെ പല വിദ്യാർത്ഥികളും മൗനം പാലിച്ചപ്പോൾ ചില വിദ്യാർത്ഥികളെങ്കിലും ഈ തുറന്നു പറയാൻ തയ്യാറായി മാതാപിതാക്കളുടെ അടുത്ത് വന്നിരുന്നു. ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഈ ശബ്ദരേഖ അടക്കം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചതാണ്. പക്ഷേ അത് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ ചില ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് പുറത്തുവിട്ടാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ആ ക്യാമ്പസിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് പൂർണ്ണമായും നീതി കിട്ടണമെങ്കിൽ ആ ശബ്ദരേഖയും ആ പെൺകുട്ടി പറയുന്ന ഓരോ വാചകങ്ങളും പൊതുസമൂഹം കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തുവിട്ടത്. അത് ആ പെൺകുട്ടിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയെന്ന് എഴുതിത്തള്ളുമായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ഇത്രത്തോളം ചർച്ചയായതും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും. എന്തായാലും മുഴുവൻ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നാണ് ആ മാതാപിതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിലും അവരുടെ പോരാട്ടത്തിലും പൊതുസമൂഹവും ഒപ്പമുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. എസ് കെ. ഓക്കെ, താങ്ക് യു. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യമായി വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് എം ജി പ്രതീഷായിരുന്നു. എന്നാൽ പ്രദീപ് എലൈറ്റ് പറയുന്നു, ഓരോ ചാനലും പറയുന്നു അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. നമ്മൾ ഈ കാര്യത്തിൽ ഒരു തർക്കത്തിനില്ല. സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതാരെങ്കിലും തർക്കിക്കുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോയിക്കോട്ടെ. നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ, സിദ്ധാർത്ഥന് നീതി കിട്ടണം. ഇനി ഒരു ആളിനും ഈ അനുഭവം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകരുത്. ഇനി നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് പോയി വരണം. നമുക്കൊപ്പം തന്നെ തുടരുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇടവേള.